ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ. അത് നമ്മുടെ മൊഹറോ സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റം കൂടെ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് വന്നിട്ടുള്ളത് മുഹറം സ്പെഷ്യലായിട്ട് ഗോതമ്പ് പൊടി വെച്ച് നല്ലൊരു അടിപൊളി ഐറ്റമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ടുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം. നല്ലൊരു ബാറ്ററാക്കി നമുക്ക് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനിതാ നമ്മൾ ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് വളരെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 സവോള, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടണം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ഒരു 2 പച്ചമുളക്, അതിനോടൊപ്പം തന്നെ 2 ചെറിയ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നമ്മുടെ ഈ ഉള്ളി ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. റെഡി ആവട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല. ഇനി ഈ ഒരു പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് റെഡിയായി നമ്മുടെ ഉള്ളിയിലേക്കൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇത് ഈ പാനിൽ നിന്ന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മസാലയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു പാനിൽ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ എണ്ണയുടെ ആ ഒരു ഇതൊക്കെ ഇതിലുണ്ട്. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
നമ്മുടെ ഈ ഒരു അടിച്ചെടുത്ത മാവുണ്ടല്ലോ, അത് നമുക്ക് 3/4 ഭാഗം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ വശവും ഒന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ള് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 4 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് ഒരു മുട്ട 4 പീസാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കാം. ഇതേപോലെ എല്ലാ വശവും. ഇനി നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ ഈ ഒരു മാവ് ഇതിൻ്റെ മീതക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. എരിവൊക്കെ ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ റെഡിയാക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമല്ലേ. ഇതേപോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കനത്തിൽ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം മാവും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മസാല കിട്ടതിന് ശേഷം വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കാം, സെറ്റായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡൊക്കെ നല്ല പോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാനിലേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കെങ്കിലും നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അതുപോലെ ഞാനൊരു പ്ലേറ്റിലേക്ക്, കണ്ടില്ലേ, നമുക്കിതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുഹറം സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.